അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മക്ക് ഇന്ന് ചിക്കൻ കറി എങ്ങനെ എന്റെ സ്റ്റൈലിൽ ഉണ്ടാക്കാന്നൊന്ന് നോക്കാം. അപ്പൊ ഗ്യാസ് അടുപ്പ് കത്തിക്കട്ടോ. ചെന്നൈയില് ചിക്കൻ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാ. ഇതെന്തിനാ എന്റെ കയ്യിലുള്ള അതിന് കുളിക്കാൻ പോവുകയാണ്. അപ്പൊ തലയിലേക്ക് എണ്ണ ചൂടായതും ചെറിയൊരു പട്ടാട്ടോ. ചിക്കൻ കറിക്ക് പട്ടട്ട ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. പൊന്നു മറിഞ്ഞ കുറച്ച് വലിയ ജീരകം, കുറച്ച് മതിട്ടോ. അതിൻ്റെ ആൾക്കാർ കാണുമ്പോ കുറച്ച് വലിയ ജീരകം ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷെ ഞങ്ങൾ തരുന്നുണ്ട് വലിയ ജീരകം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കേട്ടോ. അതിലേക്ക് പച്ചമുളകും ഇത് നന്നായിട്ട് കുറച്ച് വെല്ലുള്ളി കേട്ടോ. ഒരു 2 ഉള്ളി വെല്ലുള്ളി. നിറയെ നമുക്ക് ഗ്രേവി കുറെ വേണമെന്നുണ്ടെങ്കിൽ കുറെ ഉള്ളി ഇടാം. ഉപ്പാണ് കേട്ടോ. ഉപ്പ് എനിക്കേ ഒരു എരിയുടെ സ്മെല്ല് വന്ന അപ്പോ തുമ്പല്. അപ്പോ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് വണങ്ങിട്ടോ. ഒരു പകുതി മുക്കാൽ വണങ്ങിതാ. പച്ചമണം പോകുന്ന വരെ ഒന്ന് വണക്കിയാൽ മതി. വണക്കാന്ന് പറഞ്ഞാൽ അറിയില്ലേ, വാട്ടുക. അപ്പൊ അതിന്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വാട്ടോ. അത് വാട്ടിന്റെ ശേഷം ഈ 2 തക്കാളി അതും നന്നായിട്ട് വാട്ടോ. ഇതിൽ ഞാൻ കുരുമുളക് ഇടുന്നില്ല. കുരുമുളക് ഇട്ടാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ പച്ചമുളകും മുളകും പൊടി മല്ലിപ്പൊടി കുറച്ച് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അതേമാതിരി മുളകും പൊടി ഇട്ടോ. കുരുമുളക് പൊടി ഇട്ടാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇനിയാണ് അതിൻ്റെ കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് മഞ്ഞപ്പൊടി കേട്ടോ. പൊന്നു മറയണ്ട, ആവശ്യത്തിന് മഞ്ഞപ്പൊടി. പിന്നെ ഇതിൻ്റെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ കുറച്ചിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പം അതിന് കുറച്ച് മല്ലി കേട്ടോ. മല്ലിയാണിത്. ഇനി നമ്മളെ മുളകും പൊടിയുടെ സ്പൂൺ അരിപ്പെട്ട് ഒരു ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. പച്ചമുളക് ഇട്ടത് കാരണം എന്നാലും കുറച്ചുകൂടി എരിയിട്ട് നോക്കാം. എരിയുടെ ആൾക്കാരെ ഞങ്ങള്. പൊന്നു അതിൽ വെറുതെ കാട്ടി എനിക്ക്. ഇനി നമുക്കിതാ ചിക്കൻ മസാല. പൊന്നൂസ് അങ്ങനെയൊക്കെ കാട്ടിയ ആൾക്കാർ കാണൂലേ അല്ലേ? ചിക്കൻ മസാല ഇട്ടോ. 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ടാ വേറെ ടേസ്റ്റ് ഇല്ല. ചിക്കൻ മസാല ഇട്ടാ നല്ല ടേസ്റ്റ്, നല്ലൊരു മണം കിട്ടും. അതിനാണ് ചിക്കൻ മസാല. നല്ല സ്മെല്ല് വരുന്നില്ലേ പൊന്നു? നമ്മൾ കറിവേപ്പില്ല ചിക്കൻ കേട്ടോ. ചിക്കൻ
പൊന്നൂസ് അങ്ങോട്ട് പോയിക്കോ, ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. ഉപ്പുണ്ടോ നോക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് നിറയെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഒരു ശകലം വെള്ളം. ഒരു വിസിൽ കേട്ടോ, ഒരു വിസിൽ അടിച്ചിട്ട് ഇനി നമുക്ക് കുക്കർ. പിന്നെ ഈ സ്വത്തില്ലേ ഒന്നിനും അയക്കൂല കേട്ടോ. വീഡിയോസ് എടുക്കാൻ അവൻ തന്നെ ഫസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്തൊക്കെ വിശേഷം? ചിക്കൻ ഈ മല്ലിച്ചപ്പില്ലേ, ഇത് മല്ലിച്ചപ്പാണ്. ഞാൻ എന്തെണ്ണേക്കും ഈ മല്ലിച്ചപ്പ് യൂസ് ചെയ്യും. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് മല്ലിച്ചപ്പ് ഇട്ട ഏതൊരു സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് എന്റെ അനുഭവത്തില്. പക്ഷെ ഞാൻ വീട്ടിലൊന്നും ഇടാറില്ല. പക്ഷെ ഇവിടെ ഞാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മല്ലിച്ചപ്പ് ഞാനിടും. ഹലോ ഗായ്സ്, ഞാൻ ആപ്പിൾ തിന്നട്ടോ. ആപ്പിൾ തിന്ന ചൊട്ടുപാട്ടോ. സ്വത്തു രാവിലെ എന്ത് സ്വത്ത് കഴിച്ചേ? മുട്ട ദോശ, പിന്നെ ഒരു ചായയും മുട്ട ദോശ കഴിച്ചു. ഉച്ചക്ക് എന്താണ് സ്വത്തിനുള്ളത്? ആപ്പിള് മൊത്തക്ക് ഉച്ചക്ക് ചോറ് വേണ്ടേ? ഞാൻ തിന്നട്ടെ. ഇതുള്ള കാരണം കേസ്, ഇതുള്ള കാരണല്ലേ ടൈമേ ഇല്ല. സത്യം പറഞ്ഞ ടൈമേ ഇല്ല ഈ ഒരു സ്വത്തുള്ള കാരണം അല്ലേ പൊന്നു? പിന്നെ ഇവിടത്തേന്ന് പറഞ്ഞാ ഇവിടത്തേന്ന് പറഞ്ഞാ കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ. ഇവിടെ കുറച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ആണ്. അടുത്തുള്ളവരധികം നമ്മളോട് വീട്ടിൽ വന്ന് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. അവനാൻ്റെ വീട്ടിൽ അവനാനിങ്ങനെ അടച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുക. അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ്. ഇതെവിടെയാണ് സ്ഥലം എന്ന് പറയുക? കോവയിൽ, തമിഴ്നാടാണ് കേട്ടോ സ്ഥലം. അപ്പം അങ്ങനെയാണ് ഇവിടെ. നാട്ടിലെന്ന് പറഞ്ഞാൽ വേറെ ഡിഫറൻസ് ആണ്. നമ്മൾ വീട്ടിലിരിക്കൂല, പുറത്തു കൂടി തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു 10 രൂപയുടെ ബസ് ചാർജിനൊക്കെ ഓട്ടോ പിടിക്കാൻ വെച്ചെങ്കിൽ 500 രൂപ കൊടുക്കണം. നാട്ടിലൊക്കെ 100 രൂപ കൊടുത്താൽ മതി. കടയിലും തന്നെ പിന്നെന്താ, ഒരു കടയിൽ കയറിയാൽ വേറെ റേറ്റ്, ഒരു കടയിൽ കയറിയാൽ വേറെ റേറ്റ്. ഒരുപാട് ഡിഫറൻസ് ആണ് ഈ ഒരു സിറ്റിയിൽ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ്. നമ്മൾ നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭയങ്കര ഡിഫറൻസ് ആണ്. ജീവിക്കാൻ പാടാണ്. സിറ്റി അല്ലേ, നമ്മൾ വില കുറഞ്ഞ സാധനം കിട്ടും പറഞ്ഞാലൊന്നും ഇവിടെ കിട്ടൂല. ഇവിടെ അവര് പറയുന്ന റേറ്റ്, ഇവിടെ മനുഷ്യന്മാരെ പറ്റിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരോ കടയിൽ പോയാൽ നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞാൽ വേറെ റേറ്റ് ആയിരിക്കും നമുക്കുള്ളത്. അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. റോഡ് നോക്കിയിട്ട് ലേസ് തിന്നല്ല പണി. അപ്പൊ ഞങ്ങൾ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിക്ക് പരിപ്പ് സാമ്പാർ, ഉപ്പേരി, പിന്നെ ഈ ചിക്കൻ മറിക്കണ്ട കുഞ്ഞു. നല്ല അടിപൊളി ചിക്കൻ.
സൂപ്പർ ചിക്കൻ. ഒന്നും വേണ്ടാത്ത പറയണ്ട. അപ്പൊ ഞാൻ കുക്കറിൽ കടന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഇത് കഴിക്കട്ടെ. എന്താ ടേസ്റ്റ്, അടുക്കളയിൽ നിന്നിട്ട് തന്നെ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ടേസ്റ്റിയാണ് ചോറ്. ഞാൻ സ്വത്തു. അപ്പൊ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.